ആ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുന്ന പറ്റിയാ കേട്ടോ. ഇരിപ്പുണ്ടോ? ഏത് വഴി പോകണം? ഏത് വഴി വേണേലും പോയേക്കാം. ഡൽഹി വഴി പോകണം. നമ്മുടെ ഇന്ത്യൻ ഹൈവേകളിലെ മിക്കവാറും എല്ലായിടത്തെ അവസ്ഥ ഇതാ. നമുക്കേ ജമ്മുവിൽ നിന്ന് ഡീസൽ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. 81 രൂപ ചില്ലറ പൈസ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം കാശ്മീരിയും ആപ്പിളും ഒക്കെ ആയിട്ട് ഉദംപൂർ എടുക്കാറായി. രാവിലെ ഒരു 7:30 ആയപ്പോൾ നമ്മളിവിടെ എത്തിയതാണ്. ഇപ്പോൾ രാവിലെ ഇവിടെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് ഞങ്ങൾ 3 പേരും കുളിച്ച് ഫ്രഷായി. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ഞാൻ പോയി തൊഴുതിട്ട് വരാം. അപ്പോൾ തൊഴുത് പ്രാർത്ഥിച്ച് ഇനി നമുക്ക് പോകാമെന്നോ. ഇത് ശിവപാർവതി ക്ഷേത്രമാണ്. അവിടെ വലിയൊരു പേരാല് നിൽപ്പുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ അമ്പലത്തിന് പുറകിൽ ഇതെന്നാ വലിയൊരു ആല അല്ലേ? ഭയങ്കര ആല. എത്ര വർഷം പഴക്കം ഉണ്ടാവും അല്ലേ? ആ, തൊട്ടടുത്ത് തന്നെ ഒരു വലിയ മാവും ഉണ്ട്. അതും ഒത്തിരി വർഷം പഴക്കമുള്ള മാവാ. ഇതുണ്ടോ ആലിൻ്റെ വണ്ണം കണ്ടോ? നമ്മളത് അവിടെ തന്നെ ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷായി. തൊട്ടടുത്ത് തന്നെ ഇതുണ്ടോ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, ഹൈവേ ടോയ്ലറ്റ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പണിതിട്ടിട്ടുണ്ട്. ബാത്റൂം വരെ ഉണ്ട്. എല്ലാം ലോക്ക് ചെയ്തിട്ടേക്കുക. നമ്മുടെ ഇന്ത്യൻ ഹൈവേകളിലെ മിക്കവാറും എല്ലായിടത്തെ അവസ്ഥ ഇതാ. പക്ഷേ എല്ലാം പണിത് കോടിക്കണക്കിന് രൂപ മുടക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കുളിക്കാനൊക്കെ നിർത്തി കുറേ സമയം പോയി. മുത്തേ ട്രാവലോൻ്റെ കശ്മീരിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തിരുമേനി അമ്പലത്തിലെ പ്രസാദം വെക്കുന്നത് 2 പഴവും 2 ഓറഞ്ചും കൂടെ നമ്മുടെ ആപ്പിളും ഇരിപ്പുണ്ട്. ആപ്പിളും ഉണ്ട്, മറ്റേ തലച്ചോറും ഇരിപ്പുണ്ട്. അതെ, വാൽനട്ട്. അത് തലച്ചോറ് പോലെ ഇരിക്കുന്നത് കണ്ടാല്. രാവിലെ നമ്മുടെ ചെനാനി നഷ്രി ടണൽ എത്തിയപ്പോൾ എന്നെ വിളിച്ചില്ല. അതെന്നാ അത് അങ്ങനെ ചെയ്തേ? ഇന്നലെ കിടന്നപ്പോ സമയം എന്നായെന്നറിയോ? മണി 3:30 കഴിഞ്ഞു. 4 ആയി അല്ലേ? 3:45 അതിനിടയ്ക്ക് 2 പ്രാവശ്യം എഴുന്നേറ്റ് നോക്കി. ഞാൻ അതിനെ പിന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. എന്നാലേ പിന്നെ ടണൽ വന്നപ്പോൾ ഒന്ന് വിളിക്കണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എടുക്കായിരുന്നു. കയറി വരുന്നതും ഇറങ്ങുന്നതും ഒക്കെ കാര്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ എടുത്താ. എങ്കിലും രാവിലത്തെ ആ ഒരു വിഷ്വൽ. അതെ, അതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലായിരുന്നു. അതെ, ഈ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുന്നതേ നിന്റെ കാര്യമായിട്ട്. നീ ഏതിലേലും വഴി തെറ്റി പോകുന്നുണ്ടെന്ന് നോക്കണ്ടേ? ഇന്നലെ ചേച്ചി അറിഞ്ഞോ? ഇന്നലെ ഒരു കളിപ്പ് കിട്ടി. ഇന്നലെ വെളുപ്പിനെ നല്ല ബ്ലോക്ക് അല്ലേ? ബ്ലോക്ക് എന്താ വെച്ചാൽ ഞാൻ കിടന്നേ. അപ്പൊ പിന്നെ അതിനകത്ത് വഴി പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ തൊട്ട് എപ്പോഴും വണ്ടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ ഞാനും കിടന്നത്. 2:30 ആയപ്പോൾ നീ കിടന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് 3:45 കിടന്നേ. ഇടയ്ക്ക് ശകലം ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എന്നാ വെച്ചാൽ ബ്ലോക്കായി പതുക്കെയാ വണ്ടി പോകുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നോക്കേണ്ട കാര്യമില്ല. എന്നാ വെച്ചാൽ ലൈനായിട്ട് വണ്ടി ഉണ്ടല്ലോ. ഇതിന്റെ പുറകെ പോയാൽ പോരെ. ഈ വണ്ടി എല്ലാം ജമ്മുവിന് വരുന്ന വണ്ടിയല്ലേ. കഷ്ടകാലത്തിന് ഇത്രയും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടില്ല. ഒരിടത്ത് കൊണ്ടു നിർത്തി എന്നോട് ചോദിച്ചു, ചേട്ടാ ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ മുന്നിലും വണ്ടിയില്ല, പുറകിലും വണ്ടിയില്ല, ഒരു വെട്ടം പോലും കാണാനില്ല. ചെറിയൊരു ലാഭവും ഉണ്ട്. ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും മുന്നിലും പുറകിലും വണ്ടി ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇടത്തേക്ക് കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഒരു വീതിയേ ഉള്ളൂ. ചെറിയൊരു കയറ്റം കയറി വലത്തേക്ക് ഇച്ചിരി വീതിയുള്ള വഴി അവിടോട്ട് ഇറക്കവും. അപ്പോൾ ഇവൻ എന്നെ പറയുന്നറിയോ, ചേട്ടാ താഴോട്ടായിരിക്കും, അതാ വീതിയുള്ള വഴി, നമുക്ക് അതിലേ പോകാമെന്ന് പറഞ്ഞു. മലയെങ്ങാനും കയറി പോയിട്ട് അങ്ങോട്ട് ആട് കഴിക്കുന്നവരുടെ വീട്ടിലോട്ടായിരിക്കും വണ്ടി ഇല്ലെന്നു ഓർത്തിട്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു. അപ്പോൾ ഇവൻ അറിയോ, ഞാൻ ചേട്ടാ മുന്നിലും പുറകിലും ഉണ്ടായിരുന്നു വണ്ടി. അതൊന്നും എല്ലാം പോയെന്ന് പറഞ്ഞു. പുറയിലും വണ്ടിയില്ല. അതെന്നു വെച്ചാൽ ബ്ലോക്കായി വരുന്നുണ്ട്. പുറയിലെ വണ്ടികൾ അങ്ങനെ വല്ലതും വഴി ബ്ലോക്ക് ആയതായിരിക്കും. എന്നിട്ട് ഞാൻ നോക്കുമ്പോഴേ ആശാൻ പതുക്കെ ഇതെന്ന് ഇറങ്ങി മുന്നോട്ട് കുറേ നടന്നു പോയി നോക്കി തിരിച്ചു വന്നിട്ടാണ് പറയുന്നത്, ചേട്ടാ ഇതാ വീതിയുള്ള വഴി, നമുക്ക് ഇതിലേ പോയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ വീതിയുള്ള വഴിയെ പോയാൽ ജമ്മുവിൽ ചെല്ലുമോ? എന്നിട്ട് പിന്നെ ഞാൻ ഇറങ്ങി നോക്കിയിട്ട് അവിടെ എങ്ങും ബോർഡും ഇല്ല. ഈ 2 റോഡിനും കൂടെ ഇടയ്ക്കായിട്ട് ഈ ലെഫ്റ്റിലേക്കുള്ള വഴി ചെറിയ വഴിയും ചെറിയൊരു ബോർഡുണ്ടേ. അത് ലെഫ്റ്റ് കർവ് എന്നും പറഞ്ഞിട്ട് എഴുതിയിട്ടൊരു ബോർഡുണ്ട്. പക്ഷേ അത് ഇങ്ങനെ മറിഞ്ഞ് കിടക്കുക. പക്ഷേ അതിൽ ഇഷ്ടംപോലെ വണ്ടി പോയേക്കുന്ന ലൈനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 1 വേ ആയിരിക്കും. അങ്ങോട്ട് പോകുന്ന ലൈൻ ഇതും ഇപ്പം പറയുന്ന വീതിയുള്ള വഴി ഇങ്ങോട്ട് കയറുന്ന വഴിയുവാ. അപ്പോഴേക്കാളും ഞാൻ പിന്നെ 2 കൽപ്പിച്ച് പറഞ്ഞു, ലെഫ്റ്റിലേക്ക് തന്നെ പോക്കോ, ഇത് തന്നെ ആയിരിക്കും വഴിയെന്ന് പറഞ്ഞു. ഈ റൈറ്റോട്ട് ഇറങ്ങിപ്പോയാലേ ഇങ്ങോട്ട് വരുന്ന ലൈനാണ് മൊത്തം ബ്ലോക്കായിട്ടേ ഇല്ലെന്നേ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ലൈനിൽ കൂടെ ഇറങ്ങി ചെന്നാലത്തെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഇങ്ങോട്ട് ആ പാലത്തെ കൂടെ വന്നേ. ഉണ്ടോ എന്നാ വലിയ പാലം വന്നേ.
ഇറങ്ങിയാലും അതല്ല, ഒരു 50 മീറ്റർ ആ വളവങ്ങ് കയറി കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ 4 ലൈൻ എന്തോരം വലിയ വഴിയാന്നറിയോ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ. ആദ്യമേ കണ്ട വഴി തൊണ്ട് പോലെ അതെന്നാന്ന് വെച്ചാൽ അത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഈ പണി നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ചെറിയ ചെറിയ വഴി തിരിച്ചു വിട്ടേക്കുന്ന. അത് ശരിക്കും വണ്ടി വഴി കാണുമ്പോൾ അറിയാം ആ വഴി തന്നെയാന്ന്. എന്നാ വെച്ചാൽ അതുപോലെ വണ്ടി ഓടുന്ന വഴിയാ. അത് കണ്ടപ്പോഴാണ് നമ്മുടെ കോയുടെ ശ്വാസം നേരെ വീണേ. ലോക മണ്ടത്തരം വേറെ ഒരെണ്ണം കാണിച്ചു. ഞാൻ അങ്ങോട്ട് നടന്നു പോയില്ല, തിരിച്ചിങ്ങോട്ട് ഓടി. പട്ടാളക്കാരും ഉണ്ടായിരുന്നു. ഓടുമ്പോഴാ ഓർത്തത്, അയ്യോ ഓടാൻ പാടില്ലായിരുന്നല്ലോ, പിന്നെ നിർത്താനും പറ്റുന്നില്ല. അതുമല്ല, അങ്ങനെയുള്ള സമയങ്ങളിൽ വണ്ടിയിൽ നിന്ന് ഒത്തിരി അകലോട്ട് നടന്ന് മാറില്ലേ, പോവല്ലേ, വണ്ടിയുടെ അടുത്ത് തന്നെ നിൽക്കണം. എന്നുവെച്ചാൽ വേറെ ആരും ഇല്ല അവിടെ. വലിയൊരു മലയുടെ കീഴല് അതിന്റെ നടുക്കൂടെ നദിയുണ്ട്. നദിന്ന് പറഞ്ഞാൽ വെള്ളമൊന്നുമില്ല. പിന്നെ എങ്ങനെ ഞാൻ കിടന്ന് നല്ലപോലെ ഉറങ്ങുന്നേ. ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇല്ല, ഒറ്റ കളിപ്പേ കിട്ടുള്ളൂ. അല്ല ചേച്ചി, അതൊന്നും പ്രതീക്ഷിച്ചോണം. ഇത്രയും ഒരു 100-150 വണ്ടി എന്റെ പുറകിൽ എന്നാലും ഉണ്ട്. ഫ്രണ്ടിലും അത്രയുണ്ട്. ഫ്രണ്ടിൽ അത്രയൊന്നും അല്ല, ഒരുപാട് വണ്ടി ഉണ്ടായിരുന്നു. അല്ലെന്ന് എന്റെ കാഴ്ചപ്പാടിൽ ഏകദേശം അത്രയുണ്ട്. അത് രണ്ടും ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഒരു 10-15 മിനിറ്റ് നിൽക്കുവാന്ന് പറഞ്ഞത് ആലോചിച്ച് നോക്കി. അതായത് ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേ ഒരു വണ്ടി പോലും ഇല്ലാതെ, ഒരു വെട്ടോ ഇല്ലാതെ അത്രയും നേരം അവിടെ നിൽക്കുക. എന്നിട്ട് എന്നാ ഇപ്പം പറഞ്ഞാലും വണ്ടി വരുമ്പോ ചോദിക്കാം, എടാ വണ്ടി വന്നിട്ട് വേണ്ട ചോദിക്കാൻ. വണ്ടിയില്ല. കൊറേ നേരം നമ്മൾ അവിടെ നോക്കി വണ്ടി വരുന്നുണ്ടോന്ന്. ശരിക്കും ഈ ബ്ലോക്ക് ആകാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടില്ല, ടണല് തിരിയുന്നതിന്റെ അവിടത്തെയാണ് അത് എപ്പോഴും ഉള്ളൊരു ബ്ലോക്കാണ്. അവിടെ ഒരു ബ്ലോക്ക്. പിന്നെ ഒത്തിരി നേരം ബ്ലോക്ക് ആയി കിടക്കുമ്പോ ഉണ്ടല്ലോ, ഈ വണ്ടി വരുന്ന ഡ്രൈവർമാർ ഉറങ്ങിപ്പോകും, വണ്ടി അവിടെ കിടക്കും. പിന്നെ ഓപ്പോസിറ്റ് വല്ല വണ്ടി വന്നാലേ ഇവരെ എഴുന്നേപ്പിച്ചു കൊടുക്കുള്ളൂ. അതെ അതെ അതെ. അതിന് ഫ്രണ്ടിൽ കൂടെ മറ്റേ ആടിനെ മേയ്ക്കാൻ പോകുന്നവര് രാവിലെ ഉണ്ടായിരുന്നു, അതുമല്ല കുതിരയെ മേയ്ക്കാൻ പോകുന്നവരുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ഉള്ളപ്പോ അതിന്റെ പുറകെ വാല പിടിച്ചത്. ഇത് ഒറ്റ തല അങ്ങേ ആ വളവ് തിരിയുമ്പോഴേക്കും വാല ഇവിടെ എത്തത്തേ ഉള്ളൂ. അതുപോലെ ഉണ്ടായിരുന്നല്ലേ, ഇഷ്ടം പോലെ. മെയിൻ ഡ്രൈവർ അങ്ങനെ ദൂരെ നിന്ന് കണ്ടുപിടിച്ചതുണ്ടോ കുതിര വരുന്നെന്ന്? ഇത് കുതിരയാടാ. കുതിരയാണോ? കഴുതയല്ല. കഴുതയാ. അത് ഓവർ കഴുതയെന്നാ ഇത് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ കുതിരയെന്ന് പറയും. അങ്ങോട്ടല്ല, ആ മുകളിലത്തെ പാതത്തെ കൂടെ നമ്മൾ പോയത്. യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു ഉധംപൂർ കമ്പസ് ലെഫ്റ്റിലേക്ക്. ബംഗാൾ വണ്ടി പോകുന്നുണ്ടോ, ടൂറിസ്റ്റുകൾ 2 തട്ടായിട്ടാ അല്ലേ? ഇതാ നമ്മൾ അന്ന് ബ്ലോക്കായി കിടന്ന മോദി ഗ്രൗണ്ട്. ഇവിടെ അന്ന് നമ്മൾ വഴി ബ്ലോക്കായി 3-4 ദിവസം കിടന്നപ്പോഴേ മെയിൻ ഡ്രൈവറുടെ ഒരു കൂട്ടുകാരി കൊച്ചുണ്ട്, അതിൻ്റെ അമ്മയുണ്ട്. മലയാളിയല്ല, ഇവിടുത്തുകാരാ. പുള്ളി പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ഗേറ്റൊക്കെ തുറന്ന് ചാടി കയറുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ആ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞാണ് കയറണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറി. മോൻ സ്കൂളിൽ പോയേക്കും, അതുകൊണ്ട് മോനെ കാണാൻ പറ്റിയില്ല. ഞാൻ മോളാന്നാ ഓർത്തത് കേട്ടോ. ആണോ? മോനായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ തന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മോൻ്റെ പേര് രാജൻ എന്നായിരുന്നു. ഇത് മോൻ്റെ അമ്മയാണ് പൂജ. അപ്പം മോൻ്റെ അച്ഛൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്, ഡ്യൂട്ടിക്ക് പോയേക്കുക, ഇന്ന് ഇവിടെ ഇല്ല. ഡ്യൂട്ടി ഇതറി ജമ്മുവിൽ. ഇത് സാബിൻ്റെ അമ്മയാണ്. ഇവിടെ വന്നപ്പം നമ്മൾ ഓർത്തല്ലോ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോഴേ. അന്നേരം പറഞ്ഞു നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്ന്. ഇവിടെ എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. അന്ന് ഇവിടെ 1-2 മരം ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞു. ചോട്ടിലാന്ന് നല്ല തണലായിരുന്നു. ഇവിടെ വന്നിരുന്നു നമ്മള്. ആരും നമ്മളെ മറന്നിട്ടില്ല, നമ്മൾ ആരെയും മറന്നിട്ടില്ല. ഇവിടെ 3-4 ദിവസം നമ്മൾ വഴി ബ്ലോക്കായിട്ട് കിടന്നപ്പം ആ വീട്ടിലായിരുന്നു ഞാനന്ന് വാഷ്റൂമിലൊക്കെ പോയത്. പിന്നെ നമ്മളെ അന്ന് പിറ്റേ ദിവസം രാവിലെ അവിടെ ഒരു കുളത്തിലല്ലേ കുളിക്കാൻ പോയിട്ട് തോട്ടിലൊരു ചെറിയ ഓലി കുത്തിയേക്കുന്നത്. അതെ, ഒരു 1/2 കിലോമീറ്റർ നടന്നിറങ്ങിപ്പോയി. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെയൊക്കെ പരിചയപ്പെട്ടെ. അന്ന് ആ സാർ ഇവിടെ ആ പോലീസ് ചെക്ക് പോസ്റ്റിലായിരുന്നു, ഹെഡ് പോസ്റ്റിലായിരുന്നു അന്നത്തെ ഡ്യൂട്ടി. അതുകൊണ്ട് പറഞ്ഞ് വാഷ്റൂമിൽ ഇവിടെ പോക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ട് വിടുമായിരുന്നു ചെയ്തത്. നമ്മൾ ചുമ്മാ ഇവിടെ ഇരിക്കില്ല, എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കും, ചുമ്മാ ഇരിക്കും. ഞാൻ നേരെ ഇടയ്ക്ക് വാഷ്റൂമിൽ പോകാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കൊച്ചുണ്ടല്ലോ, അവനൊരു 4 വയസ്സൊക്കെ ഉള്ളൂ. അവന് ഞാനിവിടെ മുകളിലെ വീണ്ടും ടെറസിൽ കളിക്കുമായിരുന്നു. എന്നോട് പറയവേ 1 2 3 4 ബോലോ ബോലോ എന്ന് പറയുമായിരുന്നു. ആദ്യം എനിക്ക് മനസ്സിലായില്ല ഈ ബോലോ ബോലോ എന്ന് പറഞ്ഞപ്പോ എന്നാന്ന്. അത് കഴിഞ്ഞ് പിന്നെ പൂജ വന്ന് പറഞ്ഞപ്പോഴാ എന്നോട് എനിക്കത് മനസ്സിലായത്. ഉറങ്ങിപ്പോയോ? ആഹാ. അങ്ങനെ ഹിന്ദിയുടെ ബാലപാഠം അതെ
ബാലന്റെ പഠിക്കേണ്ടി വന്നു. ബാലൻസ് പഠിക്കേണ്ടി വന്നു. അതെ അതൊക്കെ അവര് സംസാരിക്കുന്ന അത്യാവശ്യം മനസ്സിലായല്ലേ, പക്ഷെ സ്പീഡിൽ സംസാരിക്കുന്നതാ മനസ്സിലാവാത്തത്. സംസാരിക്കുന്നുണ്ടല്ലോ നമ്മളെ പോലെ അല്ലല്ല, പക്ഷെ നമ്മളെ കേക്കൽ സംസാരിക്കുകയല്ല. നമ്മളെ കളിയാക്കിയാലോ എന്നൊരു ആ നല്ലതാ, ഇപ്പൊ ഭയങ്കര നല്ലതാ. അന്നത്തെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരുന്നു. ആ ഒരു ഒറ്റ ട്രിപ്പ് കൊണ്ടേ ഈ ജമ്മു ശ്രീനഗർ നാഷണൽ ഹൈവേയിലെ എല്ലാ സ്ഥലങ്ങളും കാണാപ്പാടമായി. അതെ, ചുമ്മാതല്ല ഈ വഴിയെ പോകുന്ന എല്ലാം പെറുക്കി പറയുന്നത്. എന്നാണല്ലേ എല്ലാരും ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴാ ഒരു അതെ ഊർജ്ജമായത്. മറ്റേ ഇന്നലത്തെ പൊടി എന്തായിരുന്നു, കുറച്ചു വല്ലതും ആണോ കഴിച്ചത്? ക്ഷീണമാണോ? അതെ, ഇവന് പിന്നെ കുളിച്ചാ ക്ഷീണമാ. വെളുപ്പിനെ 3 മണി വരെ കിടന്ന് ഉറങ്ങിയേച്ച്. 2:30. ഓക്കെ, അരമണിക്കൂർ. അതെ, അത്ര ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ക്യാമറാമാൻ എന്തായാലും തെറ്റിക്കണമല്ലോ. ഒന്നെങ്കിൽ ക്യാമറാമാന് മറ്റേ വഴി തെറ്റി പണി കിട്ടും, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനും ഉറങ്ങാനും പറ്റും. ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നലെ രാത്രി നമ്മളൊരു 9 മണിയായപ്പം ലോഡ് കയറ്റി പോന്നതാ. ആ, അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ. അതെ അതെ, ഞാൻ ആദ്യം അവിടെ കാണിക്കിടാൻ വേണ്ടിയാ ചെന്നേ. കാണിക്കിടാൻ ചെന്നപ്പോ തിരുവേണ്ടി എന്നോട് ചോദിച്ചു, ഞാൻ ചന്ദന ഉണ്ടോ? പുള്ളി തന്നെ പോയിട്ടൊന്ന് ഞാൻ ചെറിയ തൊടാറുണ്ട്, പുള്ളി വലുതന്നെ അടിച്ചു. ഇച്ചിരി ഭക്തി കൂടിപ്പോയി. എന്നാണല്ലോ തണുപ്പെല്ലാം പോയില്ലേ? പിന്നെ ഇവിടെ നല്ല ചൂടാ. കട്ര 36, ഡൽഹി 622 കിലോമീറ്റർ. ജമ്മു കട്ര ടിക്രി. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്കാണ് നമ്മുടെ ലോഡ്. കാശ്മീരി ആപ്പിൾ തമിഴ്നാട്ടിലേക്ക് കേട്ടോ. കാശ്മീരിൽ നിന്ന് ഗോവയിലേക്ക് ഒരു യാത്ര. കാശ്മീരിലേക്ക് ട്രെയിനിൽ ഒരു പ്രാവശ്യം പറഞ്ഞു. എന്തിനാ? അതിന് നിനക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും സ്ഥലം കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഇവര് വന്ന് പോകുന്ന സ്ഥലങ്ങളിലോട്ടൊന്നും, ഈ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന സ്ഥലത്തോട് എനിക്ക് വലിയ താല്പര്യമില്ല. കുങ്കുമപ്പൂ എടുക്കാൻ വേണ്ടി പോയ ആ സ്ഥലം കണ്ടോ, വിജനമായ ഏരിയ, പക്ഷെ കാണാൻ എന്നോ രസം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ പോണോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇവനെ ഹിമാലയത്തിന് പറഞ്ഞുവിടാം. അതെ, ഏകാന്തത ഇഷ്ടം അല്ലേ? അല്ലെന്നേ, ആ ഒറ്റപ്പെട്ടിരിക്കുന്ന കണ്ടത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരം കണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു തൈര് മേടിക്കാം നമുക്ക്. എന്നാ മേടിക്കാം. പഴയങ്ങഞ്ഞി അടിച്ചേക്കാൻ രാവിലെ അല്ലേ? 3-4 കടയില്ലായിരുന്നു അവിടെ എങ്ങും ഇല്ലേ? ഇല്ലേ? ഞാൻ അവിടെ ചെന്നിട്ടേ 3-4 കടയിൽ കയറിയിട്ട് ചോദിച്ചു, ദൈ ഉണ്ടോ? ദൂതുണ്ട്, ദൈയില്ല. ദൂത് നോക്കുമ്പോ ദൂത് കിട്ടുകയല്ല, നേരം ദയ്യേ കാണുള്ളൂ. അതായത് ഞാൻ അങ്ങനെയാന്നേ, ഞാൻ പോകുന്നിടത്ത് കുട വെച്ചാ വടി വെക്കുക. അതൊക്കെയാലും സ്വന്തമായിട്ട് തന്നെ പറയുന്നോണ്ട് കുഴപ്പമില്ല. ഈ വണ്ടിക്കകത്ത് ഇനി പരിപ്പെന്ന് പറഞ്ഞേക്കുന്നത്. ആ പരിപ്പറി മതിയുടെ, അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല കുഴപ്പമുള്ള പരിപ്പാണ്. ഇല്ലെന്നേ, അത് നല്ല പരിപ്പറിയായിരുന്നു. ഞാൻ നോക്കിയിട്ട് ഈ നമ്മളാ അന്ന് അവിടെ പോയില്ലേ, നമ്മുടെ അതൊന്നും അല്ല, ഞാൻ പറയട്ടെ. സൺഫ്ലവർ ഓയിൽ കയറ്റാൻ പോയ കമ്പനിയില്ലേ, ആ കമ്പനിയിലെ പരിപ്പ് കറി ഇല്ലായിരുന്നോ ചപ്പാത്തിയുടെ കൂടെ തന്നെ? അത് അങ്ങനെയുള്ള കറിയാണ് കിട്ടുന്നത്. ഇച്ചിരി വെള്ളം കൂടുതലൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ അതേ ടേസ്റ്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മളറിയാതെ അവിടെ കിച്ചണിൽ കയറി ഇനിയും പഠിച്ചാണോ? അതെ, അല്ല അതുകൊണ്ടാണല്ലോ അന്ന് വൈകിട്ട് തന്നെ നമ്മൾ പുറത്ത് പോയി കഴിക്കേണ്ടി വന്നതും. അതുകൊണ്ടല്ലോ, അവിടെ പരിപ്പും ചപ്പാത്തിയൊക്കെ എല്ലാം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആ പരിപ്പ് കറി അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. നീ അത് കൊള്ളുകയില്ലായിരുന്നു, നീ തന്നെ അങ്ങ് പറയണ്ട. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശ്രമിച്ചാ മതി. ഒന്നെന്നാന്ന് ചോദിച്ചാൽ നിനക്ക് സമയം തന്നില്ല. നീ അന്നേരം അത് കറി വെക്കാൻ പകുതി പരിപ്പെല്ലാം വെച്ച് കഴിഞ്ഞ് നീ പടുത കയറ് കെട്ടാൻ വേണ്ടി മോളിക്ക്. അവര് വിളിച്ചപ്പോ എന്റെ ഈ മഞ്ഞപ്പൊടി ആയിരുന്നിരുന്നേ, ഞാനത് അതിനകത്തോട്ട് അതേപോലെ കൂട്ടി കൊണ്ടവാനം മഞ്ഞൾ കണ്ടപ്പോ ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തത്. നിക്കുന്നുണ്ട്, അതെല്ലാം പൈൻ ഫോറസ്റ്റാ. നല്ല രസമുണ്ടല്ലേ മരങ്ങൾ നിൽക്കുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, തൈരൊന്നും തപ്പി നടക്കണ്ട, നമുക്ക് അച്ചാറും കഞ്ഞിയും കൂടെ കഴിക്കാം. ഇവിടെ ഒരു കട കാണുന്നുണ്ട്, ഇവിടെ നിന്ന് വേണമെന്ന് നോക്കിക്കടാ. ഇവിടെ 2 കടയുണ്ട്, 3 കടയുണ്ട്. ദही मिला? मिला। ओ 1 किलो का दही का पैकेट में मैं बात करने के बाद वो मेरे को आधा किलो दिया. സംഭവമായി പോയി. അതെന്നറിയോ? I will talk to English. I am not used to talk to Hindi. എനിക്ക് വന്നേ ഇവൻ പറഞ്ഞ പുള്ളിക്കും മനസ്സിലായില്ല, പുള്ളി പറഞ്ഞ ഇവനും മനസ്സിലായില്ല. ലാസ്റ്റ് പുള്ളി ഇവനങ്ങനെ ഒഴിവായി പോകട്ടെന്നും പറഞ്ഞ 1/2 ലിറ്റർ എങ്കിൽ 1/2 ലിറ്റർ.
അതെല്ലാം അവിടെ ചെന്ന് കഴിയുമ്പോ ധർമ്മക്കാരനാന്ന് വിചാരിച്ച് പുള്ളി ആദ്യമായിട്ട് ഇത്ര റിച്ച് ലുക്കി വരുന്ന ധർമ്മക്കാരനെ കാണാൻ. എത്ര രൂപയായിരുന്നു? 1 കിലോ ഉള്ളായിരുന്നു. എനിക്ക് ഇനി നടക്കാൻ മേലാത്തോണ്ട് ഞാൻ പുള്ളിയോട് ഇതൊക്കെ കാണാൻ എന്നൊക്കെ പറഞ്ഞ കയ്യ കാലം വീണ് കഴിഞ്ഞപ്പോ കൊണ്ടുപോടാന്ന് പറഞ്ഞിട്ട് പുള്ളി 1/2 കിലോ എടുത്തത്. കിലോയാണോ, ലിറ്റർ അല്ല? 1 കിലോയുടെ പാക്കറ്റ് ആയിരുന്നു. എന്നിട്ട് നീ ഇംഗ്ലീഷിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണോ ദൈതോ ബായ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു? നിനക്ക് ഹിന്ദി ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ നിർത്തിക്കോ. നിർത്തിയിരുന്ന വണ്ടി ഒന്നുകൂടെ കഴിക്കായിരുന്നു, മൊത്തം പൊടിയായിരുന്നു. ഈ നിൽക്കുന്ന മരമില്ലേ, അതിന്റെ തടി കൊണ്ടാണ് ബാറ്റ് ഉണ്ടാക്കുന്നത്. കശ്മീരി വില്ലോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഇതേ എനിക്ക് പറഞ്ഞോടെ. അതിന്റെ ഇലേ നല്ല രസമില്ലേ, താഴേക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. അതെ, കട്രയിലേക്ക് പോകുന്ന വഴിയാണ്. കട്ര വൈഷ്ണോദേവി ടെമ്പിളിലേക്ക്. ശ്രീനഗറിൽ നിന്ന് വരുമ്പോൾ, ജമ്മുവിൽ നിന്ന് വരുമ്പോൾ ഇനി മുന്നേ നിന്ന് തിരിച്ചു പോവാം. ജമ്മു 51 കിലോമീറ്റർ. ഇത് കണ്ടോ, അങ്ങ് കാണുന്ന വൈഷ്ണോദേവി ടെമ്പിൾ കേട്ടോ. ചെറിയ വെള്ള കളർ കാണുന്നുണ്ടോ മലയില്? നമ്മളെ അങ്ങോട്ട് പോയപ്പോ അത്രയും മൂടൽമഞ്ഞില്ലായിരുന്നു. ഇല്ലായിരുന്നു. അങ്ങോട്ട് പോയപ്പോ നമുക്ക് ഇങ്ങനെ കാണത്തില്ലായിരുന്നു. ഇത് കണ്ടോ, കണ്ടോ? അത് അതിന്റെ മുകളില് കണ്ടോ, ഇവിടെ പോലും മല ഇടിഞ്ഞു വീണേക്കുന്നുണ്ട്. ഇത് അക്കരെ കാണുന്ന ആ ടൗണാ കട്ര. അവിടെ നിന്നാണ് വൈഷ്ണോദേവി ടെമ്പിളിലേക്ക് കയറിപ്പോന്നെ. ഇവിടെ ബ്ലോക്കായപ്പോൾ ഈ കടയിൽ വന്ന വാഷ്റൂമിലൊക്കെ പോയത്. രാവിലെ പിന്നെ ഏറ്റവും അങ്ങോട്ടൊരു നടപ്പും തിരിച്ചൊരു നടപ്പും പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് നടപ്പ്. നല്ല എക്സസൈസ് ആയിരുന്നു. ഉച്ചയ്ക്കും വൈകുന്നേരവും. അതെ, പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. റോഡ് ഇപ്പോൾ ഓപ്പൺ ആവും എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി ഇരിക്കുകയല്ലേ. ഈ വളവ് തിരിഞ്ഞ് ചെല്ലുന്ന സ്ഥലമാണ് എവിടെ, ഈ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ നമ്മൾ കിടന്ന് ആ കടയൊക്കെ അടച്ചിട്ടേക്ക് കേട്ടോ. ഇവിടെ നിർത്തി കഴിക്കാം. പക്ഷേ വെയിലാണല്ലോ ഭയങ്കര. ആ മരത്തിൻ്റെ ചോട്ടിരിക്കാം. ദേ ഈ കടയിലായിരുന്നു അന്ന് ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നത്, ഈ ബിൽഡിങ്ങിൽ. അപ്പോൾ നമ്മുടെ 2 വർഷം മുമ്പത്തെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ തന്നെ വണ്ടി നിർത്തിയത്. അന്ന് ബ്ലോക്കിൽ പെട്ടപ്പോൾ നമ്മൾ ഇതിലേ പോയി അവിടെ ചെന്ന് വണ്ടി തിരിച്ചുകൊണ്ട് ഇവിടെയാണ് 2 ദിവസം ഇവിടെ കിടന്നത്. ഈ കടയിലായിരുന്നു അന്ന് ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒന്നും ഇല്ല. അന്ന് നമ്മുടെ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിൽ നിന്നുള്ള ഡ്രൈവർമാരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച ഒരു ഓർമ്മകൾ. അതെ, നമ്മുടെ പരിപ്പൂറിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. തണുപ്പല്ലായിരുന്നു നല്ലേ? ആകാശ് ബ്രോയുടെ പരിപ്പും കഞ്ഞി, പഴയങ്കഞ്ഞി. പരിപ്പ് ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. എന്താ നല്ല കറിയാണ്, അടിപൊളി. ഞാൻ തന്നെ എടുത്ത് തീർത്തല്ലേ ഇത് തീരത്തുള്ളൂ. അന്നല്ലേ ഞാൻ കൂട്ടിയായിരുന്നു. കുഴപ്പമില്ലായിരുന്നടാ. കുരയ്ക്കുന്നുണ്ട്, പക്ഷെ വാലാട്ടുന്നുണ്ട്. അടിപൊളി കേട്ടോ. പിന്നെ തൈരും കൂടെ ഒഴിച്ചുകൊണ്ട് ഇച്ചിരി ടേസ്റ്റ് കൂടുതലുണ്ട്. ഈ പരിപ്പൊക്കെ ഇത്ര ടേസ്റ്റിന് വെക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്കാണെങ്കിൽ ഈ തൈരിനകത്ത് മഞ്ഞളോളം വീണ പോലെയുണ്ട്. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കറി വെക്കുമ്പോൾ ഇച്ചിരി നന്നാവും. നിങ്ങൾ എന്നെ മാനസികമായി ഈ കറി വെച്ച് പീഡിപ്പിച്ചതുകൊണ്ട് തളർത്തിയതുകൊണ്ടും ഞാൻ പാചകം നിർത്തിയിരിക്കുന്നു. അതൊന്നുമില്ല, അത് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. നല്ല അറിയാമെന്ന് ഒത്തൊത്ത് നല്ല അറിയാം. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ നല്ലതാ പറഞ്ഞത്. അപ്പം ഇനി ഇന്നുമായിട്ട് അടുത്ത പാചകം തുടങ്ങിക്കോ. പഴയകഞ്ഞിയൊക്കെ കഴിക്കുന്ന പറ്റിയാ കേട്ടോ. അത് 3ാമത് മേടിച്ചേ. ഇപ്പം 2 പ്രാവശ്യം കൊടുത്താൽ തിന്നു. വയറ് നിറഞ്ഞു. അതഞ്ഞി ഇതിനകത്ത് ഈ പരിപ്പ് കൂട്ടിയാണോ കൊടുത്തേ? അല്ല, എല്ലാം പരിപ്പ് കൂട്ടിയാ കൊടുത്തേ. എത്ര ട്രാക്ടറാ? 3 എണ്ണോ? 2 ട്രാക്ടർ കെട്ടി വലിച്ചോണ്ടാ പോന്നെ. അത് ഒരെണ്ണത്തിൽ കണക്ട് ചെയ്തേക്ക. എന്നിട്ട് ഫാമിലികളായത്. ടെൻ്റ് അടിച്ചേക്കോ അതേല്. അപ്പോൾ ഒരു ട്രാക്ടറിന് ചിലവല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതേ കടയുടെ ഓണർമാർ വന്നു. ഇപ്പം ഇതൊരു ഗോഡൗണാണ് ഇവരുടെ. आपका नाम क्या? मेरा नाम है राकेश. ഖുഷ്വന്ത്. അപ്പം ഇതാ കടയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നമ്മൾ അന്ന് വരുമ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല, പുതുതായിട്ട് തുടങ്ങിയ. അതുകൊണ്ട് വാഷ്റൂമിൽ പോകാനും പറ്റിയില്ലേ? അന്നുണ്ടായിരുന്നു, നല്ല സൗകര്യമായിരുന്നു. ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ്. कब से चल गए? 2 months. ഓക്കെ. 2 മാസമായുള്ളൂ. അപ്പം
അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് വീഡിയോ ആണെന്ന് തോന്നുന്നു ആരെയോ വീഡിയോ കോൾ വിളിച്ച് കാണിക്കാന്ന് തോന്നുന്നു कश्मीर श्रीनगर आपिल है सेब सेब आपिल ओके നല്ല വെയിലിന് നല്ല ചൂടായി കേട്ടോ തണുപ്പൊക്കെ അങ്ങ് പറ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ തണുപ്പായിരിക്കും എനിക്ക് ആ പരിപ്പ് കൂട്ടി ചോറുണ്ടപ്പോഴേ കഞ്ഞി കുടിച്ചപ്പോഴേ ഒരു ഉണർവ് അല്ല തലകറക്കും ഒരു വല്ലായ്മയും ഇരിപ്പുണ്ടോ ദൈവമേ ആ പട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും പട്ടിയുടെ അവസ്ഥ ഉണ്ടെങ്കിൽ ചേച്ചിയെ പിടിക്കപ്പെടത്തുള്ളൂ ഞാനല്ല ആവശ്യമില്ലാതെ പട്ടിക്ക് ഫുഡും കൊടുത്തു അതും പരിപ്പിട്ട കറിയും കൊടുത്തു നല്ല തൈരിട്ട് കൊടുക്കുവായിരുന്നു വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു തൈരും അച്ചാറും ഉണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യേ കിടന്നോ ചേച്ചി വിറക്കുന്നുണ്ടല്ലോ ഞാൻ ഈ ചൂടടിച്ചിട്ടാ വിയർക്കുന്നത് വൈറ്റമിൻ ഡി ABCD ആണോ EFG ആണോ RIP ആണോ നമ്പരാൻ അറിയാം ഇതുണ്ട് ഇതൊക്കെ ഇടിഞ്ഞു വീണതാ ഈയിടെ കേട്ടോ കോരി മാറ്റിയതാ ഈ വെയിലിന് നല്ല ചൂടാ കേട്ടോ അതെന്നറിയോ നമ്മളാ തണുപ്പത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടും കൂടാ ഇത്രയും ചൂട് ഫീൽ ചെയ്യുന്നത് അങ്ങോട്ട് പോയപ്പോ ഇത്രയും ചൂട് തോന്നിയില്ലല്ലോ എനിക്ക് ഇപ്പോഴാ ഒരു സമാധാനമായ അതിനാ എന്നാ രസമായപ്പോ ചൂട് കൊള്ളാൻ ചൂടായപ്പോ അല്ലേ ഈ വെയില് കായാൻ വേണ്ടി ഇത്ര സായിപ്പും മതാമേ ഇവിടുന്ന് വരുന്നുണ്ട് നമ്മള് തണുപ്പ് കായാൻ വേണ്ടി ഇതേ കാശ്മീര് പോകും അതെ ആപ്പിള് ഫ്രണ്ടിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ആപ്പിള് നാട്ടിൽ ചെല്ലുമ്പോ അവിഞ്ഞു പോകും ചേട്ടാ AC ഒന്ന് മാറി ഫാൻ എന്നിട്ട് കാഞ്ഞ ചൂട് ഓ AC ഒന്നും ഇടാൻ പറ്റിയല്ലോ നിനക്ക് ചൂടാ മതിയല്ലോ അങ്ങനെ ഇന്നലെ മെയിൻ ഡ്രൈവർ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുമ്പോഴാ ഒരു ഉപദേശം തന്നു മനുഷ്യന്റെ ഗ്യാസ് പോയി എന്നടാ എന്നോടെ എടാ ഇറക്കങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ചെറിയ ഇറക്കമായിരിക്കും ആ ഊർന്നങ്ങ് ചിലപ്പോ കഴിഞ്ഞ ദിവസം ആപ്പിൾ വണ്ടി കിടക്കുന്നില്ല അതുപോലെ കൊക്കയിലോട്ടൊക്കെ പോകുന്നു നോക്കി പോയില്ലെങ്കിലല്ലേ മനസ്സാനം ഉണ്ടോ അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കണമെന്ന് പറഞ്ഞു എപ്പോഴും ഒരു കാലം ബ്രേക്കെ കാണുമ്പോ നാലാലിട്ട് ഇങ്ങനെ പയ്യെ ഉരുണ്ടങ്ങ് പൊക്കോളില്ല ബ്രേക്കെ കാലെടുത്തിട്ടില്ല കൊക്കയായിരിക്കും നോക്കിക്കണ്ടൊക്കെ പൊക്കണം നദിയുണ്ട് എത്ര താഴെയാന്ന് നോക്കി ഇലക്ട്രിക്കൽ ബസ് ഇതൊക്കെ വീതി കൂട്ടുന്നതാന്ന് തോന്നുന്നു ഇവിടെ അതവിടെ ഇടിഞ്ഞു വേണ്ടിട്ട് കെട്ടുന്നതാണ് അല്ല ഇവിടെ വീതി കൂട്ടുന്നത് തന്നെയാ ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്ന ഡൽഹി 602 കിലോമീറ്റർ കട്ര 16 ഏത് വഴി പോകണം ഏത് വഴി വേണേലും പോയേക്കാം ഡൽഹി വഴി പോകണം പോണോ ആപ്പിള് വെച്ചിട്ട് പെട്ടെന്ന് പോകാവുന്ന വഴിയെ പോയേക്കാം ഡൽഹി പോയിട്ട് ഡൽഹി പോയിട്ട് ഒത്തിരി നാളായി അതിലേ പോകാന്ന് നിങ്ങൾ ഡൽഹി കറങ്ങാനൊന്നും പോകുന്നില്ലേ ഡൽഹി പോയാൽ എവിടെയും പോയാൽ ഇവിടെ കറങ്ങാൻ പോകും കാശ്മീർ വന്നിട്ട് കറങ്ങില്ല പിന്നീട് നമ്മുടെ കൂടെ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ലോഡ് കയറ്റി ഒരു തമിഴ്നാട് വണ്ടി ഉണ്ടായിരുന്നു അതാ അവിടെ ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അതാ അവിടെ നിർത്തിയത് എന്നാ പറ്റിയതായിരുന്നു ക്രാങ്കേഴ്സ് പാക്കിങ് പോയതാ ക്രാങ്കേഴ്സ് പാക്കിങ് പോയിട്ട് അതിൽ ഓയിൽ കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു ക്രാങ്കേഴ്സ് ഏതാണെന്നറിയാവോ ക്രാങ്ക് കേസ് കാണിച്ചല്ലേ അതന്നെ എഞ്ചിൻ്റെ അകത്ത് ഓയിൽ നിൽക്കുന്നേ അടിയിലിരിക്കുന്ന ആ ചട്ടി പോയിട്ടിരിക്കുന്ന സാധനം എളുപ്പമുണ്ടല്ലോ ഓർക്കാൻ പറഞ്ഞാൽ മനസ്സിലായേ അപ്പോൾ അതിൻ്റെ പാക്കിങ് പോയതാ അപ്പോൾ അതിലെ ഇങ്ങനെ ഓയിൽ കുറേശ്ശെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഓയിൽ ലെവൽ താഴെ പോയി കഴിഞ്ഞപ്പം വാണിംഗ് ലാമ്പ് കത്തി അങ്ങനെ അവരവിടെ നിർത്തിയതാ ഇതിലേയും കട്ടറ പോവാം കേട്ടോ ഇതിലെ റൈറ്റിലേക്കും കട്ടറ പോവാം നമ്മൾ നേരെ ജമ്മു നീ എന്നൊരു ഓയിൽ മേടിച്ച് ഒഴിച്ചാൽ പോരെ ഓയിൽ മേടിച്ച് ഒഴിച്ചാലും ക്രാങ്കേഴ്സ് പാക്കിങ് പോയേക്കുന്നതുകൊണ്ട് അതിലെ വീണ്ടും ലീക്കായി പോവില്ലേ അതുകൊണ്ട് അവര് കമ്പനി വിളിച്ചിട്ട് നിൽക്കുക അവർ 9:30 ആയപ്പോൾ ഇവിടെ വന്നാ 9:30 ആയപ്പോൾ രാവിലെയോ ഇപ്പൊ സമയം 1:30 ഇതുവരെ അവര് വന്നില്ല ഇപ്പം വരാന്ന് പറഞ്ഞ് നിൽക്കാന്ന് പറഞ്ഞു ഈ ആപ്പിളും കയറ്റി വെച്ചിട്ട് അപ്പൊ അവര് വന്നിട്ട് ഈ ക്രാങ്കേഴ്സിന്റെ പാക്കിങ്ങും മാറി ഓയില് ഫില്ല് ചെയ്താൽ മതിയാവും വേറെ കുഴപ്പമുണ്ടാകാൻ സാധ്യതയില്ല വാറണ്ടി ഉള്ള വണ്ടിയാന്ന് പറഞ്ഞു പശുവാണോ നീ അങ്ങ് നോക്കി നെറ്റിയെ പൊട്ടുണ്ട് എടാ അതാണോ പശു ജേഴ്സി പശു അതേടാ എരുമയെ പോത്തോ കണ്ടത് കണ്ണിന് എന്തോ പറ്റി പരിപ്പ് കൂട്ടിയ പിന്നാണോ ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇതുണ്ട് ആ റോഡിന് നടുക്കൂടെ കണ്ടേ നോക്കി ആംഗ്ലറെല്ലാം കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നുണ്ടോ ടയർ പോണെങ്കിൽ നോക്കി അവിടെ അങ്ങോട്ട് പോയപ്പോ കാപ്പി പിടിക്കാൻ നിർത്തിയ സ്ഥലം നോക്കിയാ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വന്നിട്ടുണ്ട് ടയർ പൊട്ടിപ്പോലെ എത്ര എണ്ണോ എത്ര കുറ്റിയാ അങ്ങനെ നിൽക്കുന്നത് നോക്കി ആംഗ്ലറിന്റെ എന്ത് ഉത്തരവാദിത്വം ഇല്ലാത്ത പരിപാടിയാണ് കാണിക്കുന്നത് അല്ലേ ഇതെല്ലാം കാശ്മീർ പോകുന്ന ടൂറിസ്റ്റുകളാണ്
പോയതും പോയിട്ട് വരുന്നവരും ഒക്കെ. ഇതുണ്ടോ ഉറക്കം കിടക്കുമ്പോൾ കണ്ടോ എങ്ങനെയാന്ന്. ഇത് ക്യാമറ അങ്ങോട്ട് ചെല്ലുന്ന കണ്ടപ്പോഴത്തേനും അവിടെ ഇപ്പം കഞ്ഞി കുടിക്കാൻ നിർത്തിയെടുത്ത് അതൊന്ന് കഴുകി വെച്ചാൽ മതിയായിരുന്നു. മതിയായിരുന്നു. കഴിയില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്ത നിർത്തുമ്പം കഴുകാം. അതെ, ഇരുന്ന് ചൂടാകുന്നു ആപ്പിളും ഓറഞ്ചും ഒക്കെ. വെയിലടിക്കാതെ താഴേക്ക് എടുത്ത് വെക്കാം. അതെ, ആപ്പിൾ എടുത്ത് കഴുകി നമുക്ക് ഇതിനകത്ത് വെക്കാം. അതിനകത്ത് വെക്കേണ്ടി വരികയല്ല, കഴിച്ചേക്കാം. ഇതേ കാശ്മീരിന് സൈക്കിളിൽ പോകുന്ന കുറച്ച് പേര് 3-4 പേരുണ്ട്. സ്റ്റേറ്റ് ഏതാന്ന് കാണത്തില്ല, സ്റ്റേറ്റ് ഏതാണെന്ന് അറിയത്തില്ല. 4 പേരുണ്ടായിരുന്നു. ആകെ പഴയ 4 ആപ്പിളേ ഉള്ളൂ. 8 ആപ്പിളെങ്ങാണ്ട് ഉണ്ടായിരുന്നു. 4 ഇവൻ കഴിച്ചാ. ആപ്പിൾ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഉറക്കമില്ല. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. ഡ്രൈവർ ആപ്പിൾ മുറിക്കാൻ മുറിക്കുന്നൊന്നുമില്ല, ഓരോന്നെടുത്ത് കടിച്ചു ചെയ്യുന്നേ ഉള്ളൂ. അതെ, ഇതേ മുറിക്കാണോ? ആ, ഗ്രീൻ ആപ്പിൾ ഒരെണ്ണേ ഉള്ളൂ. ഗ്രീൻ ആണോ ഇത് പിന്നെ ഗോൾഡൻ ആണോ? ഗോൾഡനാ. ഇത് കണ്ടിട്ട് ഗ്രീൻ പോലാണല്ലോ ഇരിക്കുന്നത്. ആ, ക്യാമറാമാൻ ചേച്ചിക്ക് വേണ്ടി കൊണ്ടുവന്ന സ്പെഷ്യൽ ആയിട്ടത്. അപ്പം ഞാൻ തന്നെ. അല്ല, അവിടെ ഗ്രീൻ ആപ്പിളിന്റെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നലെ ബാങ്കിൽ പോകാൻ പോയപ്പോൾ അവിടെ കഴിക്കുന്നപ്പം അവിടെ ഒരു പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അവിടെ നിന്ന് ഒരെണ്ണം പറിച്ചല്ല, അവിടെ നിന്ന് എടുത്താ. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ഒരെണ്ണം ഞാൻ ചെറിയൊരു പുളിരസമല്ലേ, പക്ഷെ നല്ല ടേസ്റ്റാണ് അത്. ഇതേ ഡീസൽ അടിക്കണ്ടേ ഇവിടെ നമുക്ക്? ഡീസൽ ജമ്മുവിൽ നിന്ന് അടിക്കണം. ഫുൾ ടാങ്ക് അടിച്ചോണ്ടോ? ജമ്മുവിൽ ഫുള്ളാക്കിയിട്ട് പോകണം, വില കുറവല്ലേ. പിന്നെ എവിടെ കേട്ടോ ഡീസൽ വില കുറവ്? പിന്നെ ഹിമാചൽ അല്ല, നമ്മള് പോകുന്ന വഴിയില്ലേ? പോകുന്ന വഴിക്ക് പിന്നെ പഞ്ചാബിൽ ഹരിയാനയിൽ വില കുറവാണ്. ചെറിയ 2 ടണൽ നമ്മളിങ്ങോട്ട് കയറിയില്ലേ, 3-4 അതിലാ ലാസ്റ്റത്തെ ടണലായത്, 4ാമത്തെ. പകൽ വെളിച്ചത്തെക്കാട്ടി വെട്ടോ അല്ലേ? അതെ അതെ, അതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടില്ലല്ലോ. ഈ ടണലിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ നമ്മൾ അടുത്ത ടണലിലേക്ക് കയറുക. ഇത് രണ്ടും 2 മലകളാണ്. 2 മല കടന്ന് ഇപ്പുറത്ത് വന്നു, എന്ത് പെട്ടെന്നല്ലേ. അതെ, ഇനി അടുത്തൊരു മലയുടെ അടിയിൽ കൂടെ പോവില്ലേ? അടുത്ത ടണല് ഇത് 3ാമത്തെ ടണല്. നിങ്ങൾ 14 വരുമ്പോ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ? ആ, 14 ഇല്ലില്ല. 14 എനിക്കൊന്ന് ശരിക്കും ഉറങ്ങില്ല, ഒന്നും ഇല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഇനി ഒരെണ്ണം ഉണ്ടായിരുന്നോ എന്നും സംശയമുണ്ട്. അതെ, ഈ ചെറിയ ടണലുകൾ ഉണ്ടായിരുന്നോന്ന് ശരിക്കും ഓർക്കുന്നില്ല. ഞാൻ വരുമ്പോ എന്നാണേലും ഈ 3 ടണലും ഉണ്ടായിരുന്നു. അതായിരുന്നു പഴയ വഴി, ആ താഴെ കൂടെ കിടക്കുന്നത്. ആ വഴി കൂടെ തന്നെ ഞങ്ങൾ 14 വന്നേ. ഇത് താഴെയല്ലേ ആ വഴി? അന്ന് ഈ ടണലിന്റെ ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ വന്ന പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾ അന്ന് വന്നത്. അതുപോലെ അയ്യോ, അതിലും കഷ്ടമായിരുന്നു. ആ വഴിക്ക് മറ്റേനേക്കാളും വീതി കുറവാണല്ലോ. അതുപോലെ ആയിരുന്നു വഴികളെല്ലാം. അത് കണ്ടാ ഒരു വണ്ടിയെ പോളം തോന്നി ഇവിടെ വന്ന് നോക്കിയാല്. അതിനല്ല, അന്ന് ഇത്രയും വലിയ വണ്ടികളില്ല. ഈ 14 വീലും 16 വീലും ഒന്നും ഇല്ലല്ലോ. ചെറുവണ്ടി 10 വീലോ ഒക്കെ വല്ലേ ഉള്ളൂ. പിന്നെ 12 വീല് വരെ മാക്സിമം, അത്രേ ഉള്ളൂ. ഇപ്പോഴും എല്ലാം വലിയ വണ്ടികളും കൂടെ ആയില്ലേ. ഇത് 4ാമത്തെ ടണൽ. 3 ടണലിൽ നിന്നാണ് മുമ്പേ പറഞ്ഞത്. 3 അല്ല 4 എണ്ണം ഉണ്ട് ഇവിടെ, ചെറിയ ഇതുപോലത്തെ ടണൽ. ഇത് 4ാമത്തെയാണ്. ഇവിടുന്ന് നോക്കി ഇരുന്നോണം, താഴോട്ട് തിരിഞ്ഞ് വരുന്നിടത്തൊക്കെ താഴെ കൂടെ വഴി ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റും. താഴെ കൂടെ പോകുന്നത് നോക്കി ഇരുന്നോണം കേട്ടോ. ഈ പാലം ഒന്നുമില്ല ഞാൻ വരുമ്പം. ഇതുണ്ടോ, ആ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ അതാ പഴയ വഴി. ഇതല്ലേ? അതായിരുന്നു പഴയ വഴി. അതുണ്ടോ അങ്ങനെ കിടക്കുന്നുണ്ടോ? അതെ അങ്ങോട്ട് നിൽക്കി. അതുണ്ടോ? അതെ, കണ്ടോ? ആ പഴയ വഴി വരുമ്പോ തന്നെ കണ്ടോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അതിലെ യാത്ര ചെയ്യാൻ. കണ്ടോ, ആ വഴി വളഞ്ഞിങ്ങനെ വരുവാ. കോടാ പോന്നു. തേങ്ങാപ്പൂൾ ഇരിക്കുന്നുണ്ട് എല്ലാവരുടെയും കയ്യില്. ഇങ്ങോട്ട് വയ്ക്കുക. പാറ കണ്ടോ? ബൻ ടോൾ പ്ലാസ. പത്താൻകോട്ട് 130 കിലോമീറ്റർ, ജമ്മു 33. നമ്മൾ ആ താഴെ കൂടെ ആ വഴിയാണ് നമുക്ക് പോകണ്ടേ. ആ മോളിൽ കൂടെയാ നമ്മൾ ഇറങ്ങി വന്നേ. ഇപ്പം ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇതുണ്ടോ, മുകളിലത്തെ ഈ പാലത്തെ കൂടെ നമ്മളിപ്പം വന്നേ. ഇതുണ്ടോ, പുതിയ റോഡ് വരുമ്പോഴേ ചിലപ്പോൾ നമ്മൾ ഇപ്പം വന്ന വഴിയൊന്നും ആയിരിക്കില്ല. ഇത് വലിയ പാലമാണ്, എൻ്റെ തൂണാ ഇത്. ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേയുടെ പണി നടക്കുന്നതാണ്. താവി നദിയായത്. ഇവിടെ ഒരു സൂ ഉണ്ട് കേട്ടോ, ജമ്മു സൂ. ഈ റൈറ്റ് സൈഡിലാണ്. ജമ്മു അല്ല കേട്ടോ,
പിന്നെ ജംബു സൂ JAMBU ജംബു. ഞാൻ ഈ സൈഡിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അക്ഷരം നല്ലപോലെ കണ്ടില്ല. ജമ്മു സൂ എന്നാ ഞാൻ വായിച്ചത്. ഞാനും ആദ്യമേ അങ്ങനെ ഓർത്തത്, പക്ഷെ JAMBU ജംബു സൂ എന്നാ. എല്ലാ മൃഗങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. പടമൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും. സിഡ്നി ആവട്ടെ ഇതൊരു സിഡ്നി കണ്ടോ, ലുധിയാന, അംബാല, ഡൽഹി, ജമ്മു, പത്താൻകോട്ട്, അമൃത്സർ. ഈ ഞാൻ ആദ്യത്തെ ട്രിപ്പ് വന്നപ്പോഴേ ടൗണിൽ കൂടെ പോയിട്ട് വന്നെന്ന് പറഞ്ഞില്ലേ, ഈ വഴിക്ക് ഇറങ്ങി വന്നു, ഈ വലത്തെ സൈഡിൽ കൂടെ. അത് ജമ്മു ടൗണിൽ കൂടെ കയറി ഇങ്ങനെ വരുന്ന വഴിയാ. അത് കുറേ മലകൾ കയറി ഇറങ്ങിയൊക്കെയാ വരുന്നത്. ഇപ്രാവശ്യം അവിടെ വന്നപ്പം ജമ്മു ടൗണിലേക്ക് ആകാശ് പോകാൻ തുടങ്ങിയില്ലേ, ആ വഴി പോയി. ബൈപ്പാസിൽ കൂടെ കയറി അതിലെ ഇങ്ങനെ ഇറങ്ങി വരും. ആ മലയിൽ കൂടെ എല്ലാം ഇങ്ങനെ കയറി. രാത്രിക്കായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇവിടുന്ന് വരുമ്പോൾ ഇതിലേ ജമ്മു ടൗണിലേക്ക് പോവാം, റൈറ്റിലേക്ക്. നമ്മളത് വലിയൊരു നദി ക്രോസ് ചെയ്യുക. താവി നദി. ഇത് വെള്ളമൊക്കെ വളരെ കുറവാണ്, നല്ല വീതിയുണ്ട്. അതുകൊണ്ടോ നദിയിൽ പിന്നെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ടോ? അത് ടിപ്പറൊക്കെ ഇതിനകത്തൂടെ പായുന്നു. അത് മണൽ കയറ്റാൻ പോകുന്നതാ. സ്കോർപ്പിയോ കിടക്കുന്നത്. ഷൂ ഇട്ട് സോക്സ് ഇട്ട ആൾക്കാരാണുള്ളത്. അതെ അതെ, എല്ലാരും ഇങ്ങനെ മേഞ്ഞു നടക്കുക. ജമ്മു താവി ഗോൾഫ് കോഴ്സ് റൈറ്റ് സൈഡിൽ. ഈ നമ്മുടെ അവിടുന്ന് ഒരു ട്രെയിനില്ലേ ജമ്മു താവി, അപ്പൊ ഈ നദിയുടെ പേരിലാ ട്രെയിന്. താവി വിഹാർ. ഇതിവിടുത്തെ വലിയൊരു മസ്ജിദാ. ആ പിള്ളേറിന്റെ എൻജിൻ പോയതാന്ന് തോന്നുന്നു. വേറെ എൻജിൻ കൊണ്ടുവച്ചിട്ടുണ്ട്. വോൾവോയുടെ എൻജിനൊക്കെ പോയാൽ എന്ത് പൈസയാവുന്നുണ്ട്. അതുകൊണ്ട് പഴയതങ്ങാണ്ട് മേടിച്ചോണ്ട് വന്നതെന്ന് തോന്നുന്നു. തിരുപ്പതി ബാലാജി മന്ദിറാ ജമ്മു. ഇപ്പം നമ്മൾ മലകളെല്ലാം ഇറങ്ങി അടിവാരത്തെത്തി, ജമ്മുവിലെത്തി. ഇനി അങ്ങോട്ട് കുറേ ദൂരം വഴിപണി നടക്കുക. പതുക്കെ പതുക്കെ പോവാം. ബട്ടിൻ്റെ ആണെന്ന് ഞാൻ പെട്ടെന്ന് കൊടുത്തു. ബട്ടിൻ്റെയാ. പിള്ളേരൊക്കെ ഇതേ സ്കൂൾ വിട്ട് വന്നു. ഉച്ച വരെ ഉള്ളെന്ന് തോന്നുന്നു. അവിടെയൊക്കെ ഉച്ചവരെയൊക്കെ ഉള്ളൂ. നല്ല നേരത്തെ ക്ലാസ് തുടങ്ങുമായിരിക്കും. വെയിലേ ഇത്ര നേരം അവിടെ നിന്നായിരുന്നു, ഇപ്പം ഇത് ഇങ്ങോട്ടാക്കി, ഇവിടുന്നായി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അധികം വെയിൽ കൊള്ളാറില്ലല്ലോ. അത് വേണ്ടല്ലോ, വെളിയിൽ കൂടെ ഇറങ്ങി നല്ലപോലെ വെയിൽ കൊള്ളുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന ഈ ഒരു സൈഡ് മാത്രമേ വെയിലടിക്കുള്ളൂ. ഗുർജാർ ദേശ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ജമ്മു വലിയ ടൗണാണ് കേട്ടോ. നമ്മൾ ടൗണിലേക്കൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ. ടൗണിലേക്ക് പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പോയിട്ടില്ലല്ലോ. വലിയ ടൗണാണ്. ഇപ്പോൾ ബൈപ്പാസിനാണല്ലോ എന്തേറെ പുതിയ ഷോറൂമുകളും കടകളും എല്ലാം വന്ന്, മാളുകളും ഒക്കെ ഉണ്ട് ഈ ബൈപ്പാസിൽ. രണ്ടുപേരും അതൊക്കെ ക്രോസ് ചെയ്യുക റോഡ്. ജേഴ്സി പച്ചു വന്നല്ലേ മുമ്പേ പറഞ്ഞു. ഇതാ മുമ്പേ ആകാശ് ബ്രോ പറഞ്ഞു ഇതിന്റെ കാര്യമാണ്. പക്ഷെ അവിടെ നിന്നത് ഇതല്ലായിരുന്നു. പുതിയ ഓട്ടോ ആണല്ലോ. പുതിയ ഓട്ടോ കൊണ്ട് ഇറക്കിയിട്ടേക്കുന്ന ഇലക്ട്രിക് ആയിരിക്കണം. നമുക്കേ ജമ്മുവിൽ നിന്ന് ഡീസൽ ഫുള്ളാക്കിക്കൊണ്ട് പോയേക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഡീസലിന് വില കൂടുതലല്ലേ വേറെയിടങ്ങളില്ലേ. ഇവിടുന്ന് ഫുള്ളാക്കിക്കൊണ്ട് അങ്ങ് പോവാണല്ലേ. ഇനിയിപ്പോൾ ഇത്രയും വില കുറച്ചേ പോകുന്ന വഴിക്കൊന്നും ഡീസൽ കിട്ടുമല്ലോ. അതെ അതെ, 81 രൂപ ചില്ലറ പൈസ. അപ്പോൾ നമ്മൾ ജമ്മുവിലെത്തി ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്ററോളം ഓടിയാൽ നമ്മൾ പഞ്ചാബിലേക്ക് കയറും. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.